ഇതാ വാഗത്താനത്തിലച്ചൻ പറഞ്ഞേക്കാൻ. എന്താടാ അതിന്റെ പേര്? സാംകുട്ടി. എന്തോരം പഠിച്ചു? 10 ജയിച്ചു. 10 ജയിച്ചു. നീ മന്ദാരം വായിക്കാറുണ്ടോ? മന്ദാരം മാത്രമേ വായിക്കാറുള്ളൂ, പിന്നെ ബൈബിൾ. പ്രിയാബി, ഇവനെ ആ ഇടുക്കിയിലേക്കുള്ള വണ്ടി കൂടിക്കോ കേട്ടോ. പറഞ്ഞിട്ടുണ്ട്. റോഡിലാണോ എനിക്കന്ന് അറിയണ്ടായോ? അമ്മ കന്യാമണിതന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ. വണ്ണാത്തികളി നോവല് 15 പണ്ടൊരു കേട്ടോ. താൻ എന്നാടോ പറഞ്ഞേ? അല്ല, വാഗത്താനത്തിലച്ഛനെ സ്തുതിക്കണമെന്ന് പറയായിരുന്നു. അത്രയ്ക്ക് തങ്കം പിടിച്ച ഒരു കൊച്ചനെ അല്ലയോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നമ്മുടെ സാങ്കുട്ടി. എന്നാ വിനയമാ, എന്നാ ദൈവഭയവാ. അതെന്തായാലും നന്നായി. തിങ്കളാഴ്ച മുതൽ 3 ദിവസം ഞാൻ ലീവല്ലയോ. ഇടുക്കി വണ്ടിയെ നമുക്ക് സാങ്കുട്ടിയെ തന്നെ അങ്ങ് വിട്ടാലോ? എടോ, അതിന് അവന് വല്ല ഡ്രൈവിംഗ് വല്ല അറിയോ? അതല്ലേ അതിശയം, അവന് ഹെവിയുണ്ട്. എന്നാ വിട്ടോ. കൂട്ടിനുമായിട്ട് നമ്മുടെ മണിയപ്പനെ വിളിച്ചു കേട്ടോ. നീ തോൽപ്പിച്ചുകൊണ്ടെടുക്കാതെ പോയി വായിച്ചേ. വായിക്കേ, ഞാൻ എടുത്തു വെച്ചോളാം. അതൊക്കെ ഇതെനിക്ക് ഒരാൾക്ക് ഇയാളെ പണിയല്ലോ. മുരളി, എന്താടാ ഈ ഇടുക്കിയിലേക്ക് വീക്കിലി കൊണ്ടുപോകണ വണ്ടിക്ക് എന്തിനാ 2 മണിക്കാരെ? ഇത് ഇങ്ങനെ കൊണ്ടുപോയിക്കാനും വണ്ടി ഓടിക്കാനും ഒരാൾ മതി. വേണ്ട മുതലാളി, ഞാൻ വണ്ടി ഓടിക്കുകയും ഇത് കൊണ്ടുപോവുകയും ചെയ്യും. അതെ, ഇനി മുതല് പത്രവണ്ടിയില് ഒരാള് മതി. ഇതേ കരിങ്കല്ലൊന്നും അല്ല എടുത്തോണ്ട് പോണത്, പത്രക്കെട്ടല്ലേ, അതിന് ഒരാള് മതി. പിന്നെ കിളിപ്പണിക്ക് വന്നവർക്ക് വേണമെങ്കിൽ പോയി കെട്ടിടം പണിയുന്നിടത്തേ കമ്പി വളയ്ക്കാം, അല്ലെങ്കിലേ അല്ലാതെ പറ്റാത്തവർക്ക് വീട്ടിൽ പോവാം. അമ്മ കന്യാമണിതന്റെ നിർമ്മല. മോളുടെ കല്യാണം കഴിഞ്ഞ് 4ാം പക്കം കുര്യാപ്പി മന്ദാരത്തിലെത്തി. ചേട്ടാ, എന്റെ താക്കോല് മുതലാളി കാണാൻ പാടുണ്ട്. മലയാളി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മന്ദാരവും വായിച്ച് പ്രാർത്ഥിച്ച് സാങ്കുട്ടി ഉണ്ടല്ലോ. നീ ചെല്ലേ. മന്ദാരത്തിൽ പണി മേടിച്ചു കൊടുത്ത കുര്യാപ്പിക്ക് തന്നെ 4ാം ദിവസം ആദ്യ പണി കൊടുത്ത് സാംകുട്ടി വാഗത്താനം തന്റെ ചൈത്രയാത്ര ആരംഭിച്ചു. വീട്ടിലേക്കാണോ ഞാൻ ഇറക്കണ? നിന്റെ അപ്പം പാതാളം വർക്കിയ കൊണ്ടിറക്കണ. അതേ ചിരിയോടെ മന്ദാരത്തിന്റെ വീക്ക്ലി കെട്ടുമായി സാംകുട്ടി തന്റെ ഇടുക്കി യാത്ര തുടർന്നു. രാത്രിയിൽ പുറപ്പെട്ട് നേരം പുലരുമ്പോൾ ഇടുക്കിയിലേക്കുള്ള മുഴുവൻ ലോഡും അതാത് പോയിന്റുകളിൽ ഇറക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തേക്കുള്ള മടക്കയാത്ര തുടങ്ങും. ഈ സമയത്ത് പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കോട്ടയം ഭാഗത്തെ ആശുപത്രികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ജൗളി കടകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇടുക്കി കോട്ടയം സൂപ്പർഫാസ്റ്റ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാവും. അവർക്ക് ലിഫ്റ്റ് കൊടുക്കും, അവർക്ക് മാത്രം. ആ യാത്രകളിൽ സാങ്കുട്ടി അവരോട് തോരാതെ കുശലം പറയും, സൗഹൃദം സ്ഥാപിക്കും. വീട്ടിലെ, നാട്ടിലെ, പണിസ്ഥലത്തെ വിശേഷങ്ങൾ ചോദിക്കും. സങ്കടവും സന്തോഷവും കണ്ണീരും പ്രതീക്ഷയും നിറഞ്ഞ അവരുടെ കഥകൾ അവർ സാംകുട്ടിയോട് പറയും. ഒപ്പു കടലാസിൽ എന്ന പോലെ ആ കഥകളെല്ലാം സാംകുട്ടി മനസ്സിൽ കുറിച്ചു വെക്കും. പ്രസ്സിലും ഡിസ്പാച്ചിലും രാത്രികളിൽ വാരിക കെട്ടിടത്തിന്റെ ടെറസിലുമൊക്കെ ഇരുന്ന് സാംകുട്ടി ഈ കഥകൾ ഒരു ലേഖന പരമ്പരയായി എഴുതിക്കൂട്ടി. മലയോര പട്ടണത്തിലെ പെൺ ജീവിതങ്ങളുടെ കണ്ണീർ കഥകൾ. എടാ, ഇത് നീ തന്നെ എഴുതിയതാണോടാ? സത്യം പറ. സത്യമായിട്ട് സാറേ. നിന്റെ കയ്യിലേ ഇതിന്റെ എത്ര അധ്യായമുണ്ട്? 4-5 എഴുതിയിട്ടുള്ളൂ. എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. നീ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. നമ്മള് അടുത്ത ആഴ്ച ഇതിന്റെ പരസ്യം കൊടുക്കുന്നു, പിന്നത്തെ ആഴ്ച നമ്മള് പരമ്പര തുടങ്ങുന്നു. അപ്പൊ വണ്ണാത്തിക്കളി അടുത്ത ആഴ്ച നമ്മൾ നിർത്തിയല്ലേ?
ആ ഇത് വയനാട്ടിൽ നിന്നുള്ള സംഘടനക്കാരിൽ നിന്നുള്ളതാണ്. ഇത് ആർട്ടിസ്റ്റിനെ കുറിച്ച് ഇതിന്റെ പരസ്യങ്ങളൊക്കെ ശരിയാക്ക്. പിന്നെ ദേ സാങ്കുട്ടിയുടെ ഫോട്ടോയും വേണം കേട്ടോ. സമയം എടാ, ഇതിനെ വെല്ലാൻ ഇവിടെ ഒരുത്തിന്റെ ഒരു കോപ്പുമില്ല. നമ്മൾ മന്ദാരം കത്തി കത്തിക്കേറും കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് സാംകുട്ടിയുടെ ജീവിതം കംപ്ലീറ്റ്ലി മാറുകയാണ്. പരമ്പര തുടങ്ങി, പരമ്പര ഹിറ്റായി. വെറും 6 ആഴ്ച കൊണ്ട് മന്ദാരം വീക്ക്ലിയുടെ സർക്യുലേഷൻ 10 ലക്ഷത്തിൽ 15 ലക്ഷത്തിലേക്ക്. ഒരു ഡ്രൈവറായ സാംകുട്ടി മന്ദാരം വീക്ക്ലിയുടെ ഇടുക്കി റിപ്പോർട്ടറായി മാറി. 1995 മന്ദാരം ദിനപത്രം ആരംഭിച്ചു. ദിനപത്രത്തിന്റെ ന്യൂസ് എഡിറ്ററായി സാമിനെ നിയമിച്ചു. മന്ദാരം പത്രത്തിന്റെ ഒരു വരവറിയാലോ. കണ്ണീർ പരമ്പരയ്ക്കും വാർത്തയ്ക്കും ഇടയിലുള്ള അതിർവരമ്പ് സാം ഇല്ലാതാക്കി. നേരെന്ത് നെറികേടെന്തെന്ന് അറിയാത്ത വിധം വാർത്തകളെ കുളിപ്പിച്ചെടുത്തു. മലയാളികൾ മന്ദാരം ആർത്തിയോടെ വായിച്ചു തുടങ്ങി. മന്ദാരം പത്രത്തിന്റെ സർക്യുലേഷൻ ലക്ഷങ്ങൾ കടന്നു, കോടികളിലേക്ക്. ന്യൂസ് എഡിറ്റർ ആയിരുന്ന സാംകുട്ടി ചീഫ് എഡിറ്ററായി മാറി. രണ്ടായിരത്തി ഒന്നാകുമ്പോഴേക്കും മന്ദാരം TV ചാനൽ തുടങ്ങാനുള്ള പരിപാടികൾ. പുതുപ്പച്ചൻ മുതലാളിയുടെ മക്കൾ വിദേശത്തു നിന്ന് പഠിച്ചു വന്ന പിള്ളേരാണ്. അവരൊരു കാര്യം അപ്പനടുത്ത് തുറന്നു പറഞ്ഞു. എടാ സാങ്കുട്ടി, എന്റെ മക്കള് പറയാ ഈ പഴയ ബന്ധങ്ങളും പരിചയമൊന്നും വെച്ചേ ഈ ചീഫ് എഡിറ്ററെ വെക്കാൻ പറ്റത്തില്ലെന്ന്. മാത്രമല്ല അവരൊരു സീനിയർ ജേർണലിസ്റ്റ് വെക്കും. അയാൾ ഇന്റർവ്യൂ ചെയ്ത് ആളെ തീരുമാനിക്കും. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെന്ന്. ഒരുമാതിരി ഏത് ഇന്റർവ്യൂവും വെട്ടാനുള്ള സാമർഥ്യം സാംകുട്ടിക്കുണ്ടെന്ന് മുതലാളിക്ക് അറിയുന്നത് പോലെ വേറെ ആർക്കാ അറിയാം? വെൽ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മന്ദാരൻ ടിവിയുടെ ലോഞ്ചിന് ഒരു ലോകം നടുങ്ങുന്ന ബ്രേക്കിംഗ് ന്യൂസ് വേണമെന്നിരിക്കട്ടെ. 3 ദിവസമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. വാട്ട് ക്യാൻ യു ഡു? കിട്ടണവരെ ഞാൻ അന്വേഷിക്കും സാറേ. കിട്ടിയില്ലെങ്കിലോ? ഞാനതങ്ങനെ ഉണ്ടാക്കും. ഉണ്ടാക്കി സാംകുട്ടി വാകത്താനം അങ്ങനെ മന്ദാരം TVയുടെ ജീവാത്മാവും പരമാത്മാവുമായി ചുമതലയേറ്റു. സംഖ്യാശാസ്ത്രപ്രകാരം തന്റെ പേരും ഒന്ന് പരിഷ്കരിച്ചു. സാം ജോൺ വാകത്താനം എന്നാക്കി. ഈ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ മന്ദാരത്തിനെതിരെ 2 മനഃശാസ്ത്ര കേസിന് സാറ് ഹാജരായതാ. ഒടുവിൽ എന്ത് പറ്റി? SJV അവരെ സ്വാധീനിച്ച് കേസ് പിൻവലിച്ചു. അനുഭവം അതാണ്. സാർ അതാ സൂചിപ്പിച്ചത്. അതെന്തായാലും എന്റെ കാര്യത്തിൽ സംഭവിക്കില്ല. അല്ല, പൊതുവായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, സാറ് പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് എടുത്തു വെച്ചാലേ ഞാൻ ആളെ വിടാം. ഓക്കെ, ബൈ.